students, welcome to exam point. ക്ലാസ് 10 ഫിസിക്സിൽ നിങ്ങൾ കുറേയധികം തിയറീസ് എല്ലാം പഠിച്ച് നല്ല മാർക്കൊക്കെ കിട്ടി അല്ലേ? പക്ഷേ ഹയർ സെക്കൻഡറി ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഫിസിക്സിൽ തിയറിയോടൊപ്പം തന്നെ നമുക്ക് കുറച്ചധികം ഡെറിവേഷൻസും പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ +1 ഓരോ കൺസെപ്റ്റ്സും ക്ലിയർ ആയി മനസ്സിലാക്കി പഠിച്ചു പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ചാപ്റ്റർ 1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റുകളും അളവുകളും വളരെ കുറച്ച് കൺസെപ്റ്റ്സ് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ എന്തൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിലൊന്ന് നോക്കിയാലോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് വഴിയും ഇൻഡയറക്റ്റ് മെത്തേഡ് വഴിയും ഈ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ സാധിക്കും. സപ്പോസ് എർത്തിൽ നിന്നും സണ്ണിലേക്കുള്ള ദൂരമാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഒരിക്കലും നമുക്കത് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. സോ അത്തരത്തിലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അതായത് പാരലാക്സ് മെത്തേഡ് അല്ലെ? പക്ഷേ ഇവിടെ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണാൻ പോകുന്ന എല്ലാ എക്സാമ്പിൾസും ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഓൾ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിൽ തന്നെ ചിലത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യും, മറ്റു ചിലത് ഇൻഡയറക്റ്റ് മെത്തേഡ് വഴിയാണ് മെഷർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ലെങ്ത്, നീളം, ഒരു ടേബിളിന്റെ നീളം അല്ലെങ്കിൽ ഒരു ബോളിന്റെ ടോട്ടൽ ലെങ്ത് എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും അല്ലെ? ലെങ്ത് നമ്മൾ സെന്റിമീറ്ററിൽ പറയും, മീറ്റേഴ്സിൽ പറയും, കിലോമീറ്റേഴ്സിൽ പറയും അല്ലെ? സോ എങ്ങനെയാണെങ്കിലും നമുക്ക് ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കാം. അടുത്താണ് മാസ്. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഇപ്പൊ 5 ഗ്രാം അല്ലെ 1 കിലോ ലിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല രീതിയിൽ നമ്മൾ ഒരു വസ്തുവിന്റെ മാസിനെ പറയും അല്ലെ? കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം, മില്ലിഗ്രാം, അങ്ങനെ പല യൂണിറ്റ്സിൽ നമ്മൾ ഒരു വസ്തുവിന്റെ മാസ് നമ്മൾ മെഷർ ചെയ്തെടുക്കും. സോ അതുകൊണ്ട് തന്നെ മാസിനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാം. കമ്മിങ് ടു ടൈം, ഇപ്പോ സമയം 9 AM അല്ലെ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം 20 മിനിറ്റ്. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ടൈം പറയാൻ സാധിക്കുന്നതുകൊണ്ട് ടൈമും എന്ത് തന്നെയാണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ഇലക്ട്രിക് കറണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക് കറണ്ട് നമുക്കറിയാം അല്ലെ? ഓരോ 2 മാസം കൂടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബില്ല് വരും, നമ്മൾ എത്രമാത്രം കറണ്ട് ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചുകൊണ്ട്. സോ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് കറക്റ്റ്ലി അല്ലെ? കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അതിനെ മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിന്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞേ? യെസ്, ഇറ്റ് ഈസ് ആംപിയർ അല്ലെ? നമ്മൾ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്നത് ആംപിയേഴ്സിലാണ്. സോ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് ഉറപ്പാണ്. കമ്മിങ് ടു ടെമ്പറേച്ചർ, നമുക്ക് പനി വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യും അല്ലെ? നമുക്ക് ടെമ്പറേച്ചർ 2 രീതിയിൽ പറയാം. ഡിഗ്രി സെൽഷ്യസിലും പറയാം, കെൽവിനിലും പറയാം. ഓക്കെ, ഇനി ഈ ടെമ്പറേച്ചറിന്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അത് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ്. കമ്മിങ് ടു ഫോഴ്സ്, ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം അല്ലെ? ഒരു ഊഞ്ഞാലാടുന്ന കുട്ടിക്ക് എന്തുമാത്രം സ്പീഡിൽ അവന് ആടാൻ സാധിക്കുന്നു എന്ന് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ബാക്കിൽ നിൽക്കുന്ന ഈ ബോയ് എന്തുമാത്രം ഫോഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സോ എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ബോയ് ഓൺ ദ സ്വിംഗ്, അതിനനുസരിച്ചിട്ടാണ് ആ ഒരു മൂവ്മെന്റ് നടക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സ് എന്തിനൊക്കെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഓഫ് ദി ഒബ്ജക്റ്റിനെയും അതുപോലെ ആക്സിലറേഷനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കമ്മിങ് ടു വെലോസിറ്റി, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ, ഒരു കാർ റെസ്റ്റ് പോസ്റ്റിൽ നിന്നും മൂവ് ചെയ്യാൻ തുടങ്ങി, അപ്പൊ നമ്മൾ പറയും അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതിനുശേഷം ആ ഒരു വണ്ടി ഇപ്പോൾ ഓടുന്നത് ഒരു 50 km/h സ്പീഡിലാണെങ്കിൽ 50 km/h ആണ് അതിന്റെ ഇപ്പോൾ ഉള്ള വെലോസിറ്റി എന്ന് പറയും അല്ലെ? സോ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ലാസ്റ്റ് വൺ, ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ത് തന്നെയാണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടാണ് അതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ സാധിക്കുന്നത്? ബിക്കോസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സമയത്തിനനുസരിച്ച് വെലോസിറ്റി മാറുമ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടാവുന്നത് അല്ലെ? സോ ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ മെഷറബിൾ ആയിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ക്ലിയർ ആണല്ലോ?
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പുകൾ ഏതൊക്കെയാണെന്നാണ്. രണ്ട് ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? അടിസ്ഥാന അളവുകൾ. എന്താണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഓർ ദ ബേസ് ക്വാണ്ടിറ്റി, അല്ലെ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. The physical quantities that are independent of each other. അവരാരെയും ആശ്രയിച്ച് നിൽക്കുന്നില്ല, അല്ലെ? They can exist independently. അവർക്ക് സിംഗിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കും. അവർക്കൊരു കമ്പാനിയന്റെ അല്ലെങ്കിൽ കൂട്ടിന്റെ ആവശ്യമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിലേക്ക് നോക്കിയാൽ കാണാം 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണെന്ന് പറയാവോ? ഫസ്റ്റ് പിക്ചർ എന്താ കാണിക്കുന്നത്? നമുക്ക് മാസ് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, അല്ലെ? സോ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഓക്കെ, മാസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. മാസ്, സ്പ്രിംഗ് ബാലൻസ്, കോമൺ ബാലൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ മാസ് മെഷർ ചെയ്യും, അല്ലെ? സോ മാസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് പിക്ചർ. എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? യെസ്, വി ക്യാൻ മെഷർ ദ ലെങ്ത്. ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മീറ്റർ സ്കെയിൽ യൂസ് ചെയ്യുന്നു. സോ ലെങ്ത് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഓക്കെ, അടുത്തത് ടൈം. ടൈം നമുക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെ? ഇൻഡിപെൻഡന്റ് ആണ്, അതിനെ വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ടൈം ഇസ് ഓൾസോ an example for fundamental quantities. So altogether there are 3 fundamental quantities. They are not dependent on anyone. അവർക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ആരുടെയും കൂട്ട ആവശ്യമില്ല. സോ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ? 3 പ്രധാനപ്പെട്ട അടിസ്ഥാന അളവുകളാണ് ഉള്ളത്: മാസ്, ലെങ്ത് ആൻഡ് ടൈം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്നാണ്. അതായത് വ്യുൽപ്പന്ന അളവുകൾ. ഇവർക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും ഇവർക്കൊരു കൂട്ട് വേണം, അല്ലെ? ഒരു ഗ്രൂപ്പായിട്ട് മാത്രമേ അവർക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്കൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടുന്നത്. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. All the physical quantities which can be expressed in terms of fundamental quantities are called derived quantities. ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ? അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു ഗ്രൂപ്പായിട്ട്, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ഫോഴ്സ്. ഞാൻ പറഞ്ഞു ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മാസും ആക്സിലറേഷനും നമുക്ക് അറിയണം, അല്ലെ? സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതുപോലെ വെലോസിറ്റി. ഫോഴ്സ് പറയുമ്പോൾ F=ma ആണെന്ന് ഞാൻ പറഞ്ഞു. മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ആക്സിലറേഷൻ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? വെലോസിറ്റി ബൈ ടൈം, അല്ലെ? സോ അവിടെ നമുക്കതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കാം. അതുപോലെ വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് അവിടെ വന്നേക്കുന്നത്. 2 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ആക്സിലറേഷന്റെ കേസ് എടുക്കുവാണെങ്കിലോ, എന്തുകൊണ്ടാണ് ആക്സിലറേഷൻ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അല്ലെ? ടൈമിനനുസരിച്ച് വെലോസിറ്റി മാറുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. സോ അതും ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഇനി 1-2 എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് ഒന്ന് ആഡ് ചെയ്ത് പറയാവോ? പവർ, അല്ലെ? പവർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. പവർ മാത്രമേ ഉള്ളോ? അല്ല. വർക്ക് ഈസ് എൻ എക്സാമ്പിൾ, അല്ലെ? വർക്ക് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അതുപോലെ എനർജി. എനർജി ഇസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. മറ്റെന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? യെസ്, ഇമ്പൾസ്. ഇമ്പൾസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അതുപോലെ ടോർക്ക്.
ഈ ടേംസ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? സോ ഈ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് ആണ്. എന്താണ് ഇവരുടെ വ്യത്യാസം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, അവർക്ക് സിംഗിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കും. അതുപോലെ അല്ല ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഒരിക്കലും അവർ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദേ ആർ ഓൾവേസ് കമ്മിറ്റഡ് അല്ലേ? കമ്മിറ്റഡ് ആണ്, എപ്പോഴും ഗ്രൂപ്പ് ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ് യൂണിറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാച്ച് സ്റ്റിക്ക് കാണാം അല്ലെ? സപ്പോസ് ദ ലെങ്ത് ഓഫ് ദിസ് മാച്ച് സ്റ്റിക്ക് ഇസ് 5 സെന്റിമീറ്റർ. ഇവിടെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ് അല്ലെ? സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഈ മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 ടൈംസ് ബിഗർ ദാൻ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്, അപ്പൊ 1 സെന്റിമീറ്റർ ആണ്. സോ അതിന്റെ 5 ടൈംസ് ബിഗർ ആണ് ഈ മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത് അല്ലെ? സോ എന്ത് പറയാം നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ റെഫറൻസ് സ്റ്റാൻഡേർഡ് യൂസ്ഡ് ടു മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് സ്റ്റാൻഡേർഡിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് ദ ലെങ്ത് ഓഫ് എ സ്കെയിൽ. നമുക്കറിയാം സ്കെയിലിന്റെ ലെങ്ത് ഇപ്പോ 15 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. സോ 1 സെന്റിമീറ്റർ, ആ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്. സോ ആ സ്കെയിലിന് 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഇറ്റ് ഈസ് 15 ടൈംസ് ബിഗർ ദാൻ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെ? സോ നമുക്ക് ആ റെഫറൻസ് ആയിട്ടിരിക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് us ടു മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് നമുക്ക് അത്യാവശ്യമാണ്. ഇനി എന്താ യൂണിറ്റ് എന്ന് പഠിച്ചു. സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്നാണ്. ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ കുറെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു അല്ലെ? മാസ് പഠിച്ചു, ലെങ്ത് പഠിച്ചു, ടൈം പഠിച്ചു. ഇതൊന്നും മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെ സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഏതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? അതിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ്, അതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ് അല്ലെ? സോ നമുക്ക് there are 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതുകൊണ്ട് തന്നെ അവരുടെ യൂണിറ്റ്സും എത്ര ഉണ്ടാവും? 7 എണ്ണം ഉണ്ടാവും. There are 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ്. സോ നമുക്ക് അവരുടെ യൂണിറ്റ്സ് എല്ലാം ഒന്ന് നോക്കിയാലോ. ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ് മീറ്റർ അല്ലെ? നമ്മൾ മീറ്റേഴ്സിലാണ് പറയുന്നത്. സോ അതിന്റെ സിമ്പൽ ആണ് സ്മോൾ ലെറ്റർ m. ഓക്കെ, നൗ കമ്മിങ് ടു ദ സെക്കൻഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി കണ്ടതാണ് മാസ് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ് കിലോഗ്രാം. ഈ കിലോഗ്രാം നമ്മൾ എങ്ങനെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്? when we use the symbol it becomes kg, small letter kg അല്ലെ? now coming to time നമ്മൾ പറയുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്? it is second അല്ലെ? and we use small letter s to represent this symbol. so ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സും സിമ്പിളും അറിയാലോ. now ബാക്കി യൂണിറ്റ്സ് നമുക്ക് നോക്കാം. അടുത്തതാണ് ഇലക്ട്രിക് കറണ്ട്. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കറന്റ് പാസിംഗ് ത്രൂ എ വയർ അല്ലെ? അതായത് വൈദ്യുത പ്രവാഹ തീവ്രത. ഓക്കെ, ഇതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ആംപിയർ. അതുകൊണ്ട് തന്നെ ആ സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് നമ്മൾ അതിന്റെ സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ ഷോസ് ദ സിമ്പിൾ ഫോർ യൂണിറ്റ് ഓഫ് കറന്റ്, അതാണ് ആംപിയർ. നൗ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് കെൽവിൻ. അതുപോലെ സയന്റിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ സിമ്പിൾ എഴുതണം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ കെ. നൗ അടുത്തതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ദ്രവ്യത്തിന്റെ അളവ്. നമ്മൾ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ പറയാറില്ലേ ആ സബ്സ്റ്റൻസിൽ 5 മോൾസ് ഉണ്ട്, അല്ലെങ്കിൽ 2 മോൾസ് ഓഫ് സബ്സ്റ്റൻസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. സോ ഈ മോൾ എന്ന് പറയുന്നതാണ് അതിന്റെ യൂണിറ്റ്, ഫണ്ടമെന്റൽ യൂണിറ്റ്. നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ സിമ്പിൾ എന്തായി മാറും? ഇറ്റ് ബിക്കംസ്
സ്മോൾ ലെറ്റർ MOL, mole. That is the symbol. Now, last one, luminous intensity. അതായത് പ്രകാശ തീവ്രത. കത്തി നിൽക്കുന്ന ഒരു ബൾബിന് എന്തുമാത്രം തീവ്രതയുണ്ട് അത് മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൂമിനസ് ഇന്റൻസിറ്റി കിട്ടുന്നത്. ഇനി അതിന്റെ യൂണിറ്റ് എന്താണ്? കാൻഡില. കാൻഡില എന്നതാണ് അതിന്റെ യൂണിറ്റ്. പക്ഷെ സിമ്പിൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ CD സ്മോൾ ലെറ്റർ എഴുതുന്നതാണ് കാൻഡിലയുടെ സിമ്പിൾ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ സിമ്പിൾസും. ക്ലിയർ ആയില്ലേ? സോ നമ്മൾ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് പഠിച്ചതെങ്കിലും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ് ഏതൊക്കെയാണ്? ലെങ്തിന്റെയും മാസിന്റെയും ടൈമിന്റെയുമാണ്. ഓക്കെ, നൗ അടുത്തത് വ്യുൽപ്പന്ന യൂണിറ്റ് അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഫണ്ടമെന്റലും ഉണ്ട് അതുപോലെ ഡിറൈവ്ഡും ഉണ്ട്. In the same way, units also are of 2 types, fundamental unit and derived units. So എന്തായിരിക്കും ഈ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്, അതാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ യൂണിറ്റ്സ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. The units of all other physical quantities which are derived from the fundamental units. Fundamental units നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന യൂണിറ്റുകളാണ് എന്ത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. യൂണിറ്റ് ഓഫ് ഫോഴ്സ്. എന്താണ് ഫോഴ്സിന്റെ യൂണിറ്റ്? നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം ഇക്വേഷൻ എഴുതണം, എന്നിട്ട് ആ ഇക്വേഷനിലെ ഓരോ സിമ്പിളിന്റെയും യൂണിറ്റ്സ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. നമുക്ക് നോക്കാം. ഫോഴ്സ് is equal to mass into acceleration ആണ്. സോ M into A നമുക്ക് എഴുതാം അല്ലെ. ഈ മാസ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണല്ലോ. സോ ഇറ്റ് ബിക്കംസ് കിലോഗ്രാം. ആക്സിലറേഷൻ മെഷർ ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ്. സോ എന്തായി മാറും ഇത്? MS⁻². അങ്ങനെയാണ് നമുക്കിവിടെ ഫോഴ്സിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി യൂണിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. സോ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നത് മീറ്റേഴ്സിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. സോ M/S ദാറ്റ് ബിക്കംസ് MS⁻². സോ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് MS⁻². സോ ഇവിടെ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലെ വെലോസിറ്റിയിൽ. ഏതൊക്കെയാണ്? നമുക്കവിടെ ലെങ്ത്തും വരുന്നുണ്ട്, അതായത് ഡിസ്പ്ലേസ്മെന്റും ടൈമും ആണ്. 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ആവുന്നുണ്ട്. 2 or 2 കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ആയിക്കൊണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ആയി വരുമ്പോഴാണ് അതിന്റെ കോമ്പിനേഷൻ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ എക്സാമ്പിൾസ്? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചാണ്. അതായത് യൂണിറ്റുകളുടെ അന്തർദേശീയ വ്യവസ്ഥ. നമ്മൾ പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പല മെഷർമെന്റ് ആണെങ്കിൽ നമുക്കത് എപ്പോഴും അതായത് ഫ്രാൻസിലുള്ള ഒരാൾക്ക് ഒരിക്കലും ബ്രിട്ടനിൽ പോയിട്ട് വസ്തു വാങ്ങാൻ സാധിക്കില്ല അല്ലേ. കാരണം എന്താണ്? എല്ലായിടത്തും ഒരേപോലെ അല്ല നമുക്ക് ഈ മെഷർമെന്റ് ഉള്ളത്. സോ അതൊരു പ്രോപ്പർ വേ അല്ല. ഇപ്പൊ നമുക്ക് നോക്കിയാലോ. A complete set of fundamental and derived units is called a system of unit. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് അവിടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളതും അതുപോലെ ഡിറൈവ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സിന്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് ആണ് ഇൻവോൾവ് ആവുന്നത്. ദ ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് നമ്മൾ ആദ്യകാലങ്ങളിൽ ഏൻഷ്യൻ ടൈംസിൽ യൂസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഡിഫറെന്റ് സിസ്റ്റംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് CGS സിസ്റ്റം, അതുപോലെ FPS സിസ്റ്റം, MKS സിസ്റ്റം ആൻഡ് ഫൈനലി SI സിസ്റ്റം. ഈ 4 സിസ്റ്റത്തില് CGS, FPS ആൻഡ് MKS ഇത് 3 ഔട്ട്ഡേറ്റഡ് ആയി നമ്മൾ ഏൻഷ്യൻ ടൈംസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പ്രസന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് SI സിസ്റ്റം. ഓക്കെ, നമുക്ക് ഈ ഡീറ്റെയിൽസ് നോക്കിയാലോ. ഈ CGS സിസ്റ്റം എന്ന് പറയുന്നതും MKS സിസ്റ്റം എന്ന് പറയുന്നതും ഫ്രാൻസിലാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, FPS സിസ്റ്റം നമ്മൾ കൂടുതലായിട്ടും കണ്ടിരുന്നത് ബ്രിട്ടനിലാണ്. സോ ഈ CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്തിന്റെയും മാസിന്റെയും ടൈമിന്റെയും
യൂണിറ്റ്സ് നമുക്ക് നോക്കാം. CGS എന്ന് പറയുമ്പോ C ഫോർ സെന്റിമീറ്റർ. അപ്പൊ എന്തായിരിക്കും G റെപ്രസെന്റ് ചെയ്യുന്നത്? G റെപ്രസെന്റ്സ് ഗ്രാം. ദാറ്റ് മീൻസ് മാസ് ഇസ് ഇൻ ഗ്രാം. ഇനി ടൈം എന്തിലാണ്? സെക്കൻഡിലാണ്. സോ CGS സിസ്റ്റം എന്ന് പറയുമ്പോ ലെങ്ത് വിൽ ബി ഇൻ സെന്റിമീറ്റർ, മാസ് വിൽ ബി ഇൻ ഗ്രാം ആൻഡ് ടൈം വിൽ ബി ഇൻ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് FPS സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ F എന്തിനെ സൂചിപ്പിക്കും? F ഷോസ് ഫൂട്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ ലെങ്ത് ഫൂട്ടിൽ പറയുമായിരുന്നു അല്ലെ? അതുപോലെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നത് പൗണ്ടിലാണ്. പൗണ്ട് ആയിരുന്നു അന്നത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. Then S again shows second. So FPS സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് അതായിരുന്നു ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. Coming to MKS സിസ്റ്റം. In MKS സിസ്റ്റം M എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മീറ്റർ. അതിനർത്ഥം ലെങ്ത് എന്ന് പറയുന്നത് മീറ്റേഴ്സിലാണ്. K എന്തിനെ സൂചിപ്പിക്കും? K ഷോസ് കിലോഗ്രാം. അതിനർത്ഥം മാസ് കിലോഗ്രാമിലാണ്. അതുപോലെ ടൈം വീണ്ടും സെക്കൻഡിൽ തന്നെ. സോ MKS മീൻസ് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഇത് മൂന്നുമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നൗ പ്രസന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് അല്ലെങ്കിൽ SI സിസ്റ്റം എന്ന് പറയുന്നതില് ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലും, മാസ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലും, അതുപോലെ ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലുമാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി മെഷർമെന്റ് നടത്തിയാലും നമ്മൾ ലെങ്ത് പറയുന്നത് മീറ്റേഴ്സിലായിരിക്കും, അതുപോലെ മാസ് പറയുന്നത് കിലോഗ്രാമിലായിരിക്കും, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മെഷർമെന്റ് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് മാറി. ഓക്കെ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അഥവാ SI യൂണിറ്റ്. It is the internationally accepted system of unit for measurement. അതായത് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സിസ്റ്റം യൂസ് ചെയ്യാം. SI യൂണിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഈ സിസ്റ്റം എന്തിനെ ബേസ് ആയിരിക്കുന്നത്? SI system is based on 7 fundamental units and 2 supplementary units. നമ്മൾ ഓൾറെഡി 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പഠിച്ചു കഴിഞ്ഞു. ഏതെല്ലാമാണ് നമ്മൾ പഠിച്ചത്? The 7 fundamental units include mass, then length, time, then electric current, അതുപോലെ temperature, amount of substance and luminous intensity. അല്ലെ? സോ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും ഈ SI സിസ്റ്റത്തിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും വരുന്നുണ്ട്. ഏതെല്ലാമാണ് സപ്ലിമെന്ററി യൂണിറ്റ്സ്? യെസ്, ദേ ആർ plain angle and solid angle. Okay, so SI system is based on 7 fundamental units and 2 supplementary units. ഏതൊക്കെയാണ് സപ്ലിമെന്ററി യൂണിറ്റ്സ്? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. സോ ഈ സപ്ലിമെന്ററി യൂണിറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ കുറിച്ചും അതിന്റെ സിംബൽസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. യെസ്, ഫസ്റ്റ് വൺ ഇസ് പ്ലെയിൻ ആംഗിൾ. എന്താണ് പ്ലെയിൻ ആംഗിൾ? പ്രതലകോൺ എന്ന് പറയും. പ്രതലകോൺ. സോ തിങ്ക് അബൌട്ട് എ കേക്ക്. ഒരു കേക്ക് ഉണ്ട്, അതിന്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് അതിനെ എടുത്തു മാറ്റി. ഓക്കെ, സോ ആ പീസിന്റെ ലെങ്ത്, അതാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാ ഒരു പീസ് ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്ലെയിൻ ആംഗിൾ പറയാം? വി ക്യാൻ സേ ദാറ്റ് ദ പ്ലെയിൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. അതായത് ആ കേക്കിന്റെ ആർക്കിന്റെ നീളം, ആർക്ക് ലെങ്ത് divided by radius. സോ ആ പീസ് നമ്മൾ മുറിച്ചിട്ട കേക്ക് പീസ് ആണ് ഇതെങ്കിൽ ദിസ് ഈസ് ദ ആർക്ക് ലെങ്ത്. നമുക്ക് അതിനെ L എന്ന് പറയാം, അല്ലെങ്കിൽ DS എന്ന് പറയാം. ആൻഡ് റേഡിയസ് ഇസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ R. ഓക്കെ, സോ ഈ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ ആർക്ക്. ലെങ്ത് ഓഫ് ദ ആർക്കിനെ L എന്നും DS എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ radius is R. So ratio of length of arc to the radius, അതാണ് പ്ലെയിൻ ആംഗിൾ. സോ ആർക്ക് ലെങ്ത് L, അതുപോലെ റേഡിയസ് R. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പ്ലെയിൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ തീറ്റ വിൽ ബി ഈക്വൽ ടു L by R. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് d തീറ്റ എന്നാണ്. സോ d അത് സ്മോൾ
പ്ലെയിൻ ആംഗിൾ. സോ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു DS by R. കാരണം നമ്മളിവിടെ ലെങ്തിനെ, ആർക്ക് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് DS ആയിട്ടാണ്. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു L by R, which is also equal to d theta is equal to DS by R. ഇനി നമ്മൾ ഈ പ്ലെയിൻ ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? How do we measure? We measure plane angle in a unit called radian. റേഡിയൻ ആണ് എൻ്റെ യൂണിറ്റ്. അതിന്റെ സിമ്പിൾ എന്താ നോക്കിക്കേ, RAD. സ്മോൾ ലെറ്റർ RAD ഇസ് ദ സിമ്പിൾ ഫോർ പ്ലെയിൻ ആംഗിൾ. അത് റേഡിയനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം, എക്സാമിന് വരാനുള്ള ചോദ്യമാണ് ഈ ഡിഗ്രീസിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഈ 1 ഡിഗ്രി എന്ന് പറയുന്നത് 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആണ്? യു ഷുഡ് നോ ഇറ്റ്. 1 ഡിഗ്രി ഇസ് ഈക്വലന്റ് ടു പൈ ബൈ 180 റേഡിയൻ. ഓക്കെ, 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? പൈ ബൈ 180 റേഡിയൻ ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഫോർ 90 ഡിഗ്രി? എന്തായിരിക്കും 90 ഡിഗ്രി എന്ന് പറയുന്നത്? റേഡിയനിലേക്ക് കൺവേർട്ട് നമുക്ക് എത്രയായിട്ട് കിട്ടും? Just substitute the value. So how will we get it? We will get it as 90 into pi by 180. അല്ലേ? So കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? We will get it as pi by 2 radian. Okay? pi by 2 radian. ഇതുപോലെ നമുക്ക് ഏത് ഡിഗ്രിയും എന്ത് ചെയ്യാം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. In order to convert degree into radian, multiply by pi by 180. Okay? ഇനി നമുക്ക് 45 ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. 45 ഡിഗ്രി. സോ ഇൻ ഓർഡർ ടു കൺവേർട്ട് ടു റേഡിയൻ, മൾട്ടിപ്ലൈ ദ ഡിഗ്രി വിത്ത് പൈ ബൈ 180. സോ 45 ഇൻറ്റു പൈ ബൈ 180. സോ കട്ട് ചെയ്ത് കളയുക. വൺസ് വി കട്ട് ഡൗൺ ദ കോമൺ നമ്പേഴ്സ്, വാട്ട് വിൽ വി ഗെറ്റ്? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് പൈ ബൈ 4 റേഡിയൻ. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഡിഗ്രീസിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇത് ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മിനിറ്റ്സിനെയും സെക്കൻഡിനെയും കൺവേർട്ട് ചെയ്യാം. സോ അതുകൂടി നോക്കാം. 1 മിനിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1/60 ഡിഗ്രി. അതുപോലെ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1/60 into 60 ഡിഗ്രി. ഈ 1 സെക്കൻഡ് നമുക്ക് എങ്ങനെയും എഴുതാം? ഇറ്റ് ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് 1/60 മിനിറ്റ്സ്. ഓക്കെ, സോ ഈ വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സോളിഡ് ആംഗിൾ, അതായത് ഘനകോൺ. ഇതൊരു സപ്ലിമെന്ററി ആംഗിൾ ആണ്, പ്ലെയിൻ ആംഗിൾ പോലെ തന്നെ. ഓക്കെ, സോ ഇത് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ബോള് സങ്കല്പിക്കാം. ഒരു ബോൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ബോളിന്റെ ഉള്ളിൽ നിന്നും നമ്മളൊരു കോൺ ഷേപ്പിലുള്ള ഒരു പീസ് ഹോളാക്കി മാറ്റി, അത് കോൺ ഷേപ്പിലെ ഒരു ഹോൾ അവിടെ ഉണ്ടാക്കിയത് സങ്കല്പിക്കുക. വി ഹാവ് എ ബോൾ, അതിൻ്റെ ഉള്ളിൽ കോൺ ഷേപ്പിലെ ഒരു ഹോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇൻസേർട്ട് ചെയ്ത ആ കോണിന്റെ പോർഷൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഇന്റർസെപ്റ്റഡ് ഏരിയ ഉണ്ട്, അതായത് ആ കോണിന്റെ ഏരിയ, അതായത് നമുക്ക് ഫുള്ളും ആ ഇന്റർസെപ്റ്റഡ് ഏരിയ നമുക്ക് പറയാം. അതുപോലെ ആ കോണിന്റെ റേഡിയസ് ആണ് ഈ R എന്ന് നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്നത്. സോ എന്തായിരിക്കും സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്? നമുക്ക് സോളിഡ് ആംഗിൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്താ? ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ സിമ്പിൾ ആയിട്ട് ഒമേഗ എന്നുള്ള യൂണിറ്റ് ആണ് എടുക്കുന്നത്. നിങ്ങളിത് ഓം എന്നായിരിക്കും പഠിച്ചിരിക്കുന്നത് അല്ലെ? 10th സ്റ്റാൻഡേർഡ് നിങ്ങൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഓം എന്ന് പറഞ്ഞ സെയിം സിമ്പിൾ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കൺസെപ്റ്റ് പഠിക്കുന്നത് സോളിഡ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്തായിട്ടാണ് വായിക്കേണ്ടത്? ഇറ്റ് ഈസ് ഒമേഗ. ഓക്കെ, അതൊരിക്കലും ഓം അല്ല, ഒമേഗയാണ്. ഓക്കെ, സോ ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി, അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റർസെപ്റ്റഡ് ഏരിയ. ഇറ്റ് ഈസ് ഈക്വൽ ടു intercepted area divided by radius square. Intercepted area divided by radius square. So ഇവിടെ നമ്മൾ ഒമേഗയുടെ വാല്യൂ ചെറുതായതുകൊണ്ട് തന്നെ ഡി ഒമേഗ എന്നാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇന്റർസെപ്റ്റഡ് ഏരിയനെ മാർക്ക് ചെയ്തിരിക്കുന്നത് DA എന്നാണ്, റേഡിയസിനെ R എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഹൗ we can convert this equation? ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. d omega is equal to dA by R square.
ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിന് ഒരു യൂണിറ്റ് വേണം അല്ലേ? സോ ദ യൂണിറ്റ് ഫോർ സോളിഡ് ആംഗിൾ ഇസ് സ്റ്റെറേഡിയൻ. സ്റ്റെറേഡിയൻ, പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് റേഡിയൻ ആയിരുന്നു. ഇവിടെ സോളിഡ് ആംഗിൾ നമുക്കൊരു പുതിയ ആംഗിൾ കിട്ടി. ദാറ്റ് ഇസ് ആ യൂണിറ്റിന്റെ പേരാണ് സ്റ്റെറേഡിയൻ. ആൻഡ് ദ സിമ്പൽ ഇസ് SR. SR എന്ന സിമ്പിൾ ആണ് നമ്മൾ ഈ സോൾഡ് ആംഗിൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പോ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും പഠിച്ചു, അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും പഠിച്ചു. ദേ ആർ പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. ക്ലിയർ ആയല്ലോ?